അവരാരും നമ്മുടെ ജാതിയല്ല. നമ്മുടെയൊന്നും വീടുകളിൽ ഇങ്ങനെയല്ല. ഇന്ന് സ്കൂളുകളിലും വീടുകളിലും ജോലി സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലുകളിലും അങ്ങനെ പല മേഖലകളിലും നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു ഭാഗമാണ് ജാതി അല്ലെങ്കിൽ കാസ്റ്റ്. നിങ്ങളുടെ വീടുകളിൽ പോലും പലപ്പോഴും പല ജാതീയമായിട്ടുള്ള തമാശകളും ചില ജാതിയിലുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഏറ്റവും വിഷമുള്ള ജീവികൾ മനുഷ്യരാണെന്ന് മനസ്സിലാക്കി തരുന്ന പല വാർത്തകളും നമ്മളിപ്പോൾ കാണാറുണ്ട്. ജാതി, മതം, ഭാഷ, ദേശം ഇതിനെ അടിസ്ഥാനമാക്കി മനുഷ്യരുണ്ടാക്കിയ പല വിഭജനങ്ങളുമാണ് ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം. ചിലർക്ക് ജാതി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. അതായത് ഒന്നുകിൽ ഉന്നത കുലജാതൻ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവർ. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്താണ് പ്രയോജനം? മുന്നോക്കത്തിൽ പിന്നോക്കമായാലും മൊത്തത്തിൽ പിന്നോക്കമായാലും നമുക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇതിലിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കാണുന്ന ജീവിതത്തിൽ വിജയിച്ച പല ആൾക്കാരും ഒരു വാലിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലും നമ്മളുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആ ജാതിയിലായാൽ എന്നാ അവരിന്ന് ഈ നില വരെയൊക്കെ എത്തിയില്ലേ എന്ന്. ജാതിയുടെ ചരിത്രമൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ലഭ്യമാണ്. അതിലെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജാതി എന്ന് പറയുന്നത് ഒരു വേർതിരിവായിരുന്നില്ല, ഓരോരുത്തരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സെപ്പറേഷൻ മാത്രമായിരുന്നു. അതായത് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും പല വീടുകളിലും ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട്. ഡോക്ടറിൻ്റെ മകനാണെങ്കിൽ ഡോക്ടർ, ആശാരിയുടെ മകനാണെങ്കിൽ ആശാരി, വക്കീലിൻ്റെ മകനാണെങ്കിൽ വക്കീൽ, ഡയറക്ടറിൻ്റെ മകനാണെങ്കിൽ ഡയറക്ടർ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ അവർ കണ്ടു വളരുന്ന ഒരു സിസ്റ്റം, അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അവർക്കത് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടെ ഒരു താല്പര്യം തോന്നും. അങ്ങനെ ആ ഉണ്ടാകുന്ന താല്പര്യം വെച്ച് അവർ ആ പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ ചൂസ് ചെയ്തവരാണ് ഈ പണ്ടുള്ള ആളുകൾ. അവരവരുടെ വീട്ടിൽ അവർ ചെയ്തു വന്നിരുന്ന തൊഴിൽ അവരുടെ മക്കളുടെ മക്കളും പിന്നീട് ചെയ്തു വന്നുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയത്. അവർക്ക് ആവശ്യമുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സെൻസസ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ ഒരു വേർതിരിവ് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയത്. ഇതാണ് നിനക്കിത് മതി എന്നുള്ളൊരു ലൈൻ അവരാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് ഇത് ജന്മ അടിസ്ഥാനത്തിലോട്ട് മാറി. അതായത് നീ ജനിച്ചിരിക്കുന്നത് ഇന്ന വീട്ടിലാണ്, ഇന്ന കുടുംബത്തിലാണ്, ഇന്ന ആളുടെ മകനായിട്ടാണെന്നുണ്ടെങ്കിൽ നീ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്. അതായത് നീ ഇന്ന ജാതിക്കാരനായി മാറി. ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ആ തൊഴിൽ തന്നെ തുടരേണ്ട അവസ്ഥ. ഇവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. ചിലർക്ക് സ്വന്തം ജാതി അഭിമാനമാണെങ്കിൽ മറ്റു ചിലർക്ക് അതൊരു ഇൻസെക്യൂരിറ്റി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഉന്നത കുലജാതരായ എത്രയോ പാവപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. തിരിച്ചും അതുപോലെ തന്നെയാണ്. ജാതി ഒരിക്കലും ഒരാളുടെ കഴിവിനെയോ സ്വഭാവത്തെയോ നിർവചിക്കുന്ന ഒന്നല്ല, അവസരം നൽകുന്ന ഒരു മാനദണ്ഡമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. എനിക്ക് പറയാനുള്ളത് തിരിച്ചറിവുണ്ടായിട്ടും തിരിച്ചറിവില്ലാത്ത കുറച്ച് മനുഷ്യരോടാണ്. ഞാനും നിങ്ങളും അവരും എല്ലാവരും ഒന്ന് തന്നെയാണ്.